ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോ ആയി അത്ര ഉഷാറായിട്ടൊന്നും വോയിസ് കൊടുക്കാൻ വയ്യ കേട്ടോ. ചെറുതായിട്ട് ത്രോട്ട് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മളിന്നൊരു ആഫ്റ്റർ സ്കൂൾ സ്റ്റഡി വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഫ്രൈഡേ നൈറ്റാണ് കേട്ടോ. പിന്നെ സാറ്റർഡേ എനിക്ക് ട്യൂഷൻ ഉണ്ട്. ട്യൂഷനിൽ ലാസ്റ്റ് ഒരു ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്, ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിൻ്റെ. അപ്പോൾ അത് പഠിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മെയിൻ കാര്യം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് കുറേ റെസ്പോണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടത് ഏത് ക്ലാസ്സാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു കുട്ടി കമൻറ്റ് ചെയ്തിരുന്നു ക്ലാസ്സിൻ്റെ നെയിം മാത്സ് ക്രൂസൈഡർ എന്നായിരുന്നു അതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ എല്ലാ സ്റ്റഡി വ്ളോഗും കണ്ട് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രീൻ്റെ സാറ് മറ്റേ ട്യൂഷന് തന്ന നോട്ടാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ തലേന്ന് രാത്രി തന്നെ എനിക്ക് തീരെ വയ്യായിരുന്നു. മീൻസ് ത്രോട്ട് പെയിൻ ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ടിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് മറ്റേ നമ്മളുടെ ടൈഗർ ബാം ഉണ്ടല്ലോ, അത് കുറേ മണക്കും കുറേ ഇതാക്കും അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. പിന്നെ കുറച്ച് ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തലേന്ന് തന്നെ. അങ്ങനെ ആ ഒരു സംഭവത്തിന് കൂടുതൽ മൈൻഡ് കൊടുത്തില്ല, കാരണം കുറേ നോട്ടും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് പോയേ പറ്റൂ ക്ലാസ്സിന്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ഒന്നും ആലോചിക്കാതെ പഠിക്കാനായിരുന്നു. അപ്പോൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അതിൽ മീൻസ് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ജസ്റ്റ് നമ്മളെ മൈൻഡ് മാറിപ്പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ ഞാൻ ആദ്യം തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എഴുതി വെച്ച് അങ്ങനെ പഠിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ന്യൂസ് പ്രിൻ്റ് എടുത്തിട്ട് അതിൽ ഷോർട്ട് നോട്ട് ഉണ്ടാക്കൂലേ, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് അങ്ങനെയൊക്കെ കൂടുതലും ഇതിലിങ്ങനെ ആ ഒരു ചാപ്റ്റർ തന്നെ ഇങ്ങനെ കുറച്ച് അങ്ങനെ ചെറുതാക്കി ആ ഒരു പേജിലേക്ക് കൊള്ളിക്കാതായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ പഠിച്ച് പകുതിയായപ്പോൾ അമ്മ ഫുഡ് കഴിക്കാൻ വിളിച്ചു. അപ്പോൾ എനിക്ക് വയ്യാഞ്ഞിട്ട് ഞാൻ ഓവറൊന്നും കറിയും അങ്ങനത്തെ ഒന്നും കൂട്ടിയില്ല, തീരെ ഒരു മൂഡിലായിരുന്നു. അപ്പോൾ അത്ര കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ രണ്ടാമത്തെ സെഷനിൽ ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ PYQ, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, HSS ലൈവിൻ്റെ PYQs ഞാൻ നോക്കാറുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ ഇങ്ങനെ റിപ്പീറ്റഡായി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാനിതിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ആ ഒരു PYQ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഓരോ ക്വസ്റ്റ്യൻസ് എന്ന്. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ കണ്ട് നമുക്ക് വേഗം മനസ്സിലാവും കേട്ടോ. അതിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു 50 സംതിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരു ചാപ്റ്ററിൽ തന്നെ. അങ്ങനെ ഇപ്പം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ബിറ്റല്ല കേട്ടോ. അതിനുള്ള ബിറ്റ് വെച്ച് എഴുതാനുള്ള കഴിവൊന്നും ധൈര്യമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ആ ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ്, ഇക്വേഷൻസ് അതൊക്കെ എഴുതിയെടുക്കുകയാണ്. പിന്നെ നമുക്ക് ട്യൂഷൻ സെൻറ്റർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എക്സാം 8ൻ്റെ ഒരു ഗൈഡ്, മീൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഒരു ബുക്കുണ്ട്. അത് ഞാനിപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ തിരഞ്ഞു പിടിച്ചെടുത്ത് ഓടുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം എനിക്ക് ക്ലാസ് ഉണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സ് എക്സാമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ നാളെ വരുന്നത് ഫിസിക്സും മാത്സും ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ട്യൂഷൻ ലാസ്റ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു ടച്ചൊക്കെ ഇട്ട് പോവാതിരിക്കാൻ അത് ജസ്റ്റ് ഒന്ന് എടുത്ത് വായിച്ച് നോക്കുക, ചെയ്ത് നോക്കുക, അതൊക്കെ നല്ലതാണ്. അതാവുമ്പോൾ ഈ ആഴ്ച പോയിട്ട് ക്ലാസ്സിൽ അന്തം വിട്ട് ഇരിക്കണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ നല്ലത് ജസ്റ്റ് ഒന്ന്, പിന്നെ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ പെടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി ചെയ്ത് നോക്കുക, ഇക്വേഷൻസൊക്കെ നോക്കാം കേട്ടോ. അങ്ങനെ ലാസ്റ്റായിട്ട് നമ്മൾ പഠിച്ചത് ഒന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കാനൊക്കെ എടുക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഏതൊക്കെ ഇക്വേഷൻസ് ഉണ്ട്, ഏതൊക്കെ ഫോർമുലാസ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതൊക്കെ നമ്മളിങ്ങനെ റിവൈസ് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് കെമിസ്ട്രിയാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ PYQs നോക്കി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാത്സ് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മറ്റേ ഫിസിക്സും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ലാസ്റ്റൊക്കെ എടുക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് ഇലക്ട്രോ കെമിസ്ട്രീൻ്റെ ചാപ്റ്റർ ഒന്നും കൂടി നോക്കിയത്. പിന്നെ എനിക്ക് രാവിലെ എണീച്ച് നോക്കണം എന്നായിരുന്നു കേട്ടോ. ബട്ട് അതൊക്കെ മാറി മറിഞ്ഞ് എൻ്റെ ത്രോട്ട് പെയിനും ബോഡി പെയിനും ഒക്കെ നല്ല കൂടിയിട്ടുണ്ടായിരുന്നു. രാവിലെ എണീച്ചപ്പോൾ എനിക്ക് നല്ല ത്രോട്ട് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഞാൻ ചൂടുവെള്ളമൊക്കെ കുടിച്ചിങ്ങനെ റെഡിയാക്കി കൊണ്ടുവരികയാണ്. രാവിലെ എണീച്ചപ്പോൾ അമ്മയോട് പറഞ്ഞു ട്യൂഷന് പോകുന്നില്ല, അത്രക്കും ത്രോട്ട് പെയിനും കാര്യങ്ങളും. പിന്നെ അവിടെ പോയി ആ AC ഇരുന്നാൽ തന്നെ എൻ്റെ കാര്യം പകുതി തീരുമാനമാവും. അപ്പോൾ മറ്റന്നാൾ പിന്നെ മാത്സിൻ്റെ ടെസ്റ്റ് ഉണ്ട്, അതെനിക്ക് നിർബന്ധമായിട്ട് എഴുതണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു ആഫ്റ്റർ സ്കൂൾ സ്റ്റഡി വ്ളോഗ്. ട്യൂഷന് മീൻസ് ക്ലാസ്സുള്ള ദിവസമാണെങ്കിൽ കുറേ അധികം സബ്ജക്ട്സ് നമുക്ക് നോക്കാനും റിവൈസ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ട്യൂഷൻ ഉള്ളതുകൊണ്ടും അതിൽ എക്സാം ഉള്ളതുകൊണ്ടാണ് ഇത്ര സബ്ജക്റ്റ് നമ്മൾ നോക്കുന്നത് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ട്യൂഷൻ ഡേൻ്റെ മുമ്പായിട്ടുള്ള ആഫ്റ്റർ സ്കൂൾ സ്റ്റഡി വ്ളോഗ്. ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായതുപോലെ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഓൺ ദ വേ ടു 2K ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ ഫാമിലി ഒരു 2K ഫാമിലി ആക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവരും സ്റ്റേ ട്യൂൺ. അപ്പോൾ ദിസ് ഇസ് സന സൈനിങ് ഓഫ്. എല്ലാവർക്കും ടാറ്റാ.